ഡൽഹിയിൽ 600 വർഷം പഴക്കമുള്ള മസ്ജിദ് ഇടിച്ചു നിരത്തി സർക്കാർ. മെഹ്റോലിയിലെ അഘോൺജി മസ്ജിദാണ് കയ്യേറ്റം ആരോപിച്ച് പൊളിച്ചത്. പള്ളിക്കൊപ്പമുണ്ടായിരുന്ന മദ്രസയും ഖബർസ്ഥാനും ഡൽഹി വികസന അതോറിറ്റി പൊളിച്ചു നിരപ്പാക്കി. തൗഫീഖ് അസ്ലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചരിത്രശേഷിപ്പുകൾ തുടച്ചു നീക്കുന്നത് തുടരുന്ന ഡൽഹിയിൽ 7 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു മസ്ജിദ് കൂടി ഡൽഹി വികസന അതോറിറ്റി പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് മെഹ്റൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മെഹ്റൂളിക്ക് എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെ നിന്ന് 500 മീറ്റർ അകലെയാണ് ഈ മസ്ജിദ് നിലനിന്നിരുന്നത്. ഒരു നോട്ടീസ് പോലും നൽകാതെയായിരുന്നു ഡൽഹി വികസന അതോറിറ്റി ഇത് കയ്യേറി നിർമ്മിച്ച ഒരു മസ്ജിദാണെന്ന് ആരോപിച്ചുകൊണ്ട് പൊളിച്ചു നീക്കുകയായിരുന്നു. 7 നൂറ്റാണ്ടാണ് ഈ മസ്ജിദിന് പഴക്കമുണ്ടായിരുന്നത്. അത്രയും കാലം ഇവിടെ നിന്ന് പ്രവർത്തിച്ചിരുന്ന, ഇവിടെ ആരാധന ഉൾപ്പെടെ നടന്നിരുന്ന മസ്ജിദും അതിനോടൊപ്പം ചേർന്നിരുന്ന മദ്രസയും ഖബർസ്ഥാനുമായിരുന്നു ഡൽഹി വികസന അതോറിറ്റി പൊളിച്ചു നീക്കിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഇവിടെ ഈ മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട്. വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മസ്ജിദിന്റെ ഇമാമിനെ പോലും ഇപ്പോൾ ആ പരിസരത്തേക്ക് കടത്തിവിടാൻ പോലും ഡൽഹി പോലീസ് തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തിരുന്നു. പുലർച്ചെ 6 മണിക്കായിരുന്നു ഈ മസ്ജിദ് പൊളിക്കാനായിട്ട് ഡൽഹി വികസന അതോറിറ്റി പോലീസിനെയുമായി എത്തിയിരുന്നത്. ഉടൻ തന്നെ മസ്ജിദിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ പോലും എടുത്ത് പുറത്തേക്ക് മാറ്റാനുള്ള ഒരു സാവകാശം മസ്ജിദിലെ കമ്മിറ്റിക്കോ അതോടൊപ്പം തന്നെ ഇമാം ഉൾപ്പെടെയുള്ള ആളുകൾക്കോ നൽകിയിരുന്നില്ല. ഇവിടെ നിന്ന് ഈ മസ്ജിദിൽ നിന്ന് പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. എല്ലാ ആളുകളും ഈ മസ്ജിദിനകത്ത് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇത്തരം ഒരു തീരുമാനം ഡൽഹി വികസന അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായിരുന്നത്. ഖബർസ്ഥാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരിക്കുകയാണ് ഇത്തരം ഒരു കയ്യേറ്റം ആരോപിച്ചുകൊണ്ട്. എന്നാൽ ഈ മസ്ജിദ് നിലനിന്നിരുന്നത് വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണെന്നാണ് മസ്ജിദുമായി ബന്ധപ്പെട്ട ഇമാം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ തങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഡൽഹി വികസന അതോറിറ്റിയെ കാണിച്ചിട്ട് പോലും ഈ മസ്ജിദ് പൊളിച്ചു നീക്കുന്ന നടപടിയിൽ നിന്ന് അവർ പിന്മാറാൻ തയ്യാറായില്ല എന്നും കൂടി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപോരാട്ടം നടത്താൻ തന്നെയാണ് മസ്ജിദുമായി ബന്ധപ്പെട്ട ആളുകളുടെ തീരുമാനം. നമ്മൾ ഇങ്ങോട്ട് ഇതിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഡൽഹി പോലീസ് നമ്മളെയും തടയുകയുണ്ടായി. ഇതിന് പുറകുവശത്തുകൂടി നമ്മൾ കടന്നപ്പോൾ പോകാൻ അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി പോലീസ് അവിടെ നിന്ന് മടക്കിയടക്കുകയായിരുന്നു. തുടർന്നായിരുന്നു മറ്റൊരു വഴികളിലൂടെ നമ്മളിവിടെ എത്തിയത്. ഇവിടെ നിന്ന് 500 മീറ്ററാണ്. അങ്ങോട്ട് ഒരു കാരണവശാലും ആർക്കും പ്രവേശനമില്ല എന്നാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്നുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം വർഷങ്ങളായിട്ട് ഇവിടെ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആ സ്ഥലമായിരുന്നു. ഖബർസ്ഥാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെല്ലാമാണ് ഒരു നിമിഷം കൊണ്ട് ഡൽഹി വികസന അതോറിറ്റി ഇത്തരത്തിൽ കയ്യേറ്റമെന്ന് ആരോപിച്ചുകൊണ്ട് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ഇത് നിയമപരമായി തന്നെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി വസ്തുക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്രസയിൽ വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്തു നീക്കാനുള്ള ഒരു സാവകാശം പോലും ഡൽഹി വികസന അതോറിറ്റി നൽകിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിക്കായിരുന്നു പോലീസുമായി എത്തുകയും നമസ്കാരത്തിനിടയിൽ ഇത്തരത്തിൽ മസ്ജിദ് പൊളിച്ചു നീക്കാനുള്ള ഒരു നടപടിയിലേക്ക് വികസന അതോറിറ്റി പോയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ മസ്ജിദുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ പോലീസ് സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മസ്ജിദ് നിലനിന്ന സ്ഥലത്തേക്ക് ആരെയും കയറ്റിവിടേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് പ്രതിഷേധം ഉയരുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ മെഹ്റൂളിക്കും അതിന് പരിസരത്തും താമസിച്ചിരുന്ന നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയായിരുന്നുവെന്ന് ആരാധന ഉൾപ്പെടെ നടത്തിയിരുന്നത്. ഇപ്പോൾ അതിനുള്ള അവസരങ്ങൾ കൂടി ഇവർക്ക് നിഷേധിച്ചിരിക്കുകയാണ്. നിരവധി ആളുകൾ ഈ പരിസരത്ത് താമസിച്ചിരുന്ന നിരവധി ആളുകൾ ദിനേന വന്ന് ആരാധന നടത്തിയിരുന്ന ഒരു മസ്ജിദ് കൂടിയായിരുന്നു ഈ മെഹ്റൂളിക്ക് സമീപം ഉണ്ടായിരുന്നത്. ആ മസ്ജിദാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു നോട്ടീസ് പോലും നൽകാതെ കയ്യേറ്റമാണെന്ന് ആരോപിച്ചുകൊണ്ട് പുലർച്ചെ വന്നുകൊണ്ട് ഇത്തരത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡൽഹി വികസന അതോറിറ്റി ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. കോടതിയിൽ നിന്നുകൊണ്ട് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഹരി മുണ്ടൂരിനോടൊപ്പം ഡൽഹിയിൽ നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ 1.